ഹായ് എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞളുടെ ഒരു എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമുക്കപ്പോൾ വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ എടുത്തേക്കുന്നത് പച്ച മഞ്ഞളാണ്. ഞങ്ങൾക്ക് ഉണക്ക മഞ്ഞളായാലും എടുക്കാം, പക്ഷേ വെള്ളം ചേർത്തോ റോസ് വാട്ടർ ചേർത്തോ മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചമഞ്ഞളായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോഴേക്കൊരു 50 ml വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പ്യുവർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാനല്ല കടുകൊക്കെ കാച്ചുന്ന പാത്രമില്ല, ആ പാത്രത്തിലോട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിലോട്ട് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം ഈ ഇൻഡക്ഷൻ കുക്കറിൽ സെറ്റായിട്ട് ഇരിക്കുന്നില്ല, അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കിടന്ന് വട്ടം തിരിയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടായതിന് ശേഷം, അതായത് വെളിച്ചെണ്ണ അധികം ചൂടാവാൻ പാടില്ല, അത്യാവശ്യം ഒന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മഞ്ഞളില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ഇരുമ്പ് ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റീലിൻ്റെ എടുത്തത്. സ്റ്റീലിൻ്റെ എടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചൂടാവും, കരിയാൻ പാടില്ല. പിന്നെ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൽ വെക്കായാലും സിമ്മിലിട്ട് വെക്കുക, കുറച്ച് വെക്കുക, നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ കളർ, ഈ മഞ്ഞ കളർ മാറി നല്ലൊരു ഗോൾഡൻ യെല്ലോ ആവും. അതാണ് ആ പതയും പറ്റും, അതാണ് ഇതിൻ്റെ പരുവം. കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ 50 ml വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തതെന്ന് വെച്ചാലും ഇത് കുറുകി വരുമ്പോൾ 10 ml ആയി മാറും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാൻ വേണം. കുറച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് പിന്നെ ഇത് പച്ചയ്ക്ക് അതിനകത്ത് വെള്ളം ചേർക്കണ കാരണം ഇത് പൊട്ടിത്തെറിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു കയ്യകലത്തിൽ നിന്നൊന്ന് നീക്കി നിർത്തുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല പത വരും. ചിലപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. വലിയ കയ്യിൽ യൂസ് ചെയ്തിട്ട് ഇളക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലേക്കൊന്നും ആവില്ല. എങ്ങാനും പൊട്ടിത്തെറിക്കുകയാണെങ്കിലത്തെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ എസെൻഷ്യൽ ഓയിലിനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്, നമുക്ക് ബോഡിയിലേക്ക് നമ്മൾ ഇപ്പോൾ എണ്ണയൊക്കെ മസാജ് ചെയ്തിട്ട് കുളിക്കണവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഇത് സൂപ്പറാണ്. പിന്നെ അവൾക്ക് ഡയപ്പറൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും റാഷസൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിപ്പോവും. ഉണ്ണികൾക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കാനൊക്കെ ആണെങ്കിലും ഈ ഓയിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് മാറാൻ വേണ്ടിയിട്ടും, പിന്നെ മുഖക്കുരുവിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മഞ്ഞളുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷനാണ്. കയ്യിൻ്റെ മുട്ടുമത്തിയും കാലുമത്തെ മുട്ടുമത്തിയും നമ്മുടെ ചുണ്ടിൻ്റെ ആ സൈഡിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അരോമ തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മസാജ് ചെയ്യില്ലേ, അപ്പോൾ നമുക്ക് ഈ മഞ്ഞളിൻ്റെ ഈ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ കുറേ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും DIYസിൽ നമുക്ക് 2 ഡ്രോപ്പ് ഈ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം, സൂപ്പറാണ്. പറയാനുള്ളത്, ഇത് നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകാത്തത് ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം നല്ല മഞ്ഞ കളറായിരിക്കും. ഞാനൊക്കെ ഇത്തിരി കറുത്ത കളറായ കാരണം കൊണ്ട് കിട്ടാലും അങ്ങനെ അധികം ഷെയ്ഡ് കാണില്ല. പക്ഷേ ഇത്തിരി ഫെയർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് എടുത്തറിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പാക്കിൻ്റെ കൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. നമ്മൾ സാധാ എസെൻഷ്യൽ ഓയിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുക അതുപോലെ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേപോലെ നല്ല ഗോൾഡൻ ഷെയ്ഡായി. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത് ആറാൻ വെച്ചപ്പോൾ ഇതിൻ്റെ കളർ ഒന്നും കൂടെ ഒന്ന് മാറി നന്നായി കുറുകി. അപ്പോൾ ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ഇതൊക്കെ അരിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ ചില്ലുകുപ്പിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ചില്ലുകുപ്പി ഇല്ല, ഇത് പകരം ഇത് നെയ്യിൻ്റെ കുപ്പിയാണ്. ഇനി അരിച്ചെടുക്കുമ്പോൾ ഒരു 10 ml കിട്ടുമെന്ന് അറിയില്ല. 10 ml കഷ്ടി ഉണ്ടാവുള്ളൂ. നമുക്കിതൊരു തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും തോന്നുന്നു. ഇതിപ്പോൾ ഇത് വെച്ച് ഞെക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കാരണം ഈ വേസ്റ്റ് നമ്മൾ എടുത്ത് ഈർപ്പം തട്ടാണ്ട് ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. കാരണം അത് അത്രയ്ക്ക് പൊട്ടയൊന്നുമല്ലല്ലോ, നല്ലത് തന്നെയല്ലേ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പിഗ്മെൻറ്റഡ് ആണ്. നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നല്ല മഞ്ഞ ഷെയ്ഡ് അറിയും.
അപ്പോൾ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കിതൊരു നല്ലൊരു കണ്ടെയ്നറിൽ, അതായത് ചില്ലിൻ്റെ കണ്ടെയ്നർ വേണം കേട്ടോ. എൻ്റെ കയ്യിൽ ചില്ലിൻ്റെ കണ്ടെയ്നറില്ല. ഇത് നമ്മുടെ ഗീയുടെ ചെപ്പാണ്. അതിനകത്തേക്ക് ഞാനിപ്പോൾ ഈ കുപ്പിയിലോട്ട് പകർത്തുമ്പോൾ ഇതിലൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്ര കിട്ടുന്നുള്ളൂ നമുക്ക്. പക്ഷെ നല്ല എഫക്റ്റീവാണ്. നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ എസെൻഷ്യൽ ഓയിലൊക്കെ ഉണ്ട്, നല്ല വിലയാണ് അതിന്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഇതേ കണ്ടോ, എൻ്റെ കൈയൊക്കെ നല്ല പിഗ്മെൻറ്റഡ് ആണ് കണ്ടോ, മഞ്ഞ കളർ ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.